ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 മൂന്നാം ക്വാർട്ടറിലെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം, ദ ബുക്ക് ഓഫ് മാർക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ വൻ പോരാട്ടത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത്. ഈ ക്വാർട്ടറിലെ ഈ പുസ്തകം, മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തോമസ് ആർ ഷെപ്പേർഡ്, ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അഡ്വൻറ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ ദൈവശാസ്ത്ര സെമിനാരിയിലെ ഒരു സീനിയർ പ്രൊഫസറാണ്. ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ, പുതിയ നിയമത്തിൻ്റെ ഗവേഷണ വിഭാഗത്തിലെ ഒരു സീനിയർ പ്രൊഫസറാണ് തോമസ് ആർ ഷെപ്പേർഡ്. അപ്പോൾ അദ്ദേഹത്തിലൂടെ നല്ല ഒരു പാഠങ്ങളാണ് നമുക്ക് ഈ ക്വാർട്ടറിൽ പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നപ്പാ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം കൂടുതലായി പഠിക്കുവാനായിട്ട് ഒരു പ്രത്യേക സമയം അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് അടിയനിത് അങ്ങയുടെ മക്കൾക്കായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണം. ശരിയായ വാക്യങ്ങളെയും തരുവാൻ കൃപയുണ്ടാകണം. അതെല്ലാവർക്കും ആത്മപ്രചോദനം നൽകുന്നതായി തീരണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സുവിശേഷത്തിൻ്റെ ആരംഭം. നമ്മൾ സുവിശേഷങ്ങളെ നോക്കുമ്പോൾ അതിലെല്ലാ സുവിശേഷങ്ങളും, 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിൻ്റെ ജീവിതം, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, യേശു പഠിപ്പിച്ച പാഠങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, യേശുവിൻ്റെ കാര്യങ്ങളാണ് എല്ലാം നമ്മൾ ഈ സുവിശേഷങ്ങൾ 4ലും കാണുന്നത്. പക്ഷേ ആ 4 സുവിശേഷകർക്കും, പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെ അറിയപ്പെടുന്ന സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് 3ഉം ഏകദേശം ഒരുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രത്തെ വിവരിക്കുന്ന 3 പുസ്തകങ്ങളാണ്. പക്ഷേ യോഹന്നാൻ്റെ പുസ്തകത്തിലേക്ക് സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള അവതരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ യോഹന്നാൻ്റെ സുവിശേഷമാണ്, മർക്കോസിൻ്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതിയതെന്ന് അറിയപ്പെടുന്നു. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം, ഏകദേശം ഒരു സെക്കൻഡ് ജനറേഷൻ, യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചിരുന്നവരുടെ കാലം കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷന് വേണ്ടിയിട്ട് എഴുതിയതായിട്ടാണ് അതിൻ്റെ ടൈമിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതലും യേശുക്രിസ്തുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസിനെ കുറിച്ചൊക്കെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മത്തായി, മർക്കോസ്, ലൂക്കോസിൽ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് കാണാം. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ വംശാവലി ഒറ്റ ഒരു സെൻറ്റൻസിലാണ് പറയുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഒറ്റ വാക്യത്തിൽ യേശുക്രിസ്തു ആരാണെന്ന് ക്ലിയറായിട്ട് മർക്കോസ് പറഞ്ഞിരിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഒത്തിരി വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഈ ക്വാർട്ടറിൽ യേശു ആരാണെന്ന് തുടക്കത്തിലേ മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ യേശു എവിടേക്ക് പോകുന്നു എന്നും ആ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാം. താൻ ക്രൂശിലേക്ക് പോകുന്നതിൻ്റെ ഒരു വഴിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ സുവിശേഷത്തിൽ. പ്രത്യേകിച്ച് സൺഡേയിലെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മർക്കോസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹം ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിയെങ്കിലും പക്ഷെ ഒരു പരാജയപ്പെട്ട ഒരാളായിട്ടാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മർക്കോസിനെ.
അതിൻ്റെ വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള വചനങ്ങളിൽ നിന്നും അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പരാജയപ്പെട്ട ഒരു സുവിശേഷകനായിരുന്നു മർക്കോസ്. പക്ഷെ പിന്നീട് വീണ്ടും ദൈവവേലയിൽ വളരെയധികം ശക്തിയോടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ എന്നാണ് പറയുന്നത്. പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ. ഈ ഭാഗത്ത് നമ്മൾ വായിക്കാനുള്ളത് പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 12:12 ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ അധ്യായത്തിൽ ഈ പറഞ്ഞ വാക്യത്തിലാണ് നമുക്ക് മാർക്കോസിനെ ആദ്യമായിട്ട് നമ്മൾ ഈ സുവിശേഷ പുതിയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12:12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മർക്കോസിനെ കുറിച്ച് വളരെ നല്ലൊരു വിവരണമാണ് അവിടെ കിട്ടിയത്. കുറേ കാര്യങ്ങൾ മർക്കോസിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സന്ദർഭം എന്താണ് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമുക്കറിയാം പത്രോസിൻ്റെ അത്ഭുതകരമായ വിടുതലാണ്. ജയിലിൽ നിന്ന്, കാരാഗൃഹത്തിൽ പത്രോസിനെ പിടിച്ചിട്ടിരുന്നു. പത്രോസിനപ്പോൾ സുബോധം വന്നിട്ട് ഇത്ര നേരം പത്രോസ് വിചാരിച്ചിരുന്ന ഒരു സ്വപ്നമാണ് ഈ നടക്കുന്നതെന്ന്. പക്ഷേ പിന്നീട് പത്രോസിന് സുബോധം വന്നു. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പത്രോസിന് മനസ്സിലായി എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നും കർത്താവ് എന്തുമാത്രം എൻ്റെ വേലയിൽ ഇടപെടുന്നു എന്നും എല്ലാം പത്രോസിനെ ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് പത്രോസ് എന്താണ് ചെയ്തത്? ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്ന മർക്കോസ് എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള പേര് യോഹന്നാൻ എന്നാണ്. അതാണ് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. ആ യോഹന്നാൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ യോഹന്നാൻ്റെ വീട്. അമ്മയുടെ പേര് മറിയ എന്നാണ് നമ്മൾ ഗ്രഹിച്ചു. പിന്നെ അത് തന്നെയല്ല വേറെ എന്തൊക്കെയാണ് ഗ്രഹിച്ചു. ആ സ്ത്രീ വളരെ ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അവരുടെ വീട്ടിലാണ് അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നത്. നമ്മൾ 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പോരുകയായിരുന്നു. അപ്പോൾ പത്രോസ് തടവിലായിരിക്കുന്ന സമയത്ത് സഭ മുഴുവൻ ഒന്നടങ്കം പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചത് ഈ മർക്കോസിൻ്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. അമ്മയായ മറിയയുടെ നേതൃത്വത്തിലാണ് അവിടെ ആ പ്രാർത്ഥന നടന്നത്. ഒരുമിച്ചുകൂടി അനേകർ അവിടെ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ അധ്യായത്തിൽ വീണ്ടും ഹെരോദ രാജാവിന് എന്ത് സംഭവിച്ചു, പത്രോസ് അവിടുന്ന് രക്ഷപ്പെട്ട കാര്യമൊക്കെ അറിഞ്ഞ് രാജാവ് എന്തൊക്കെ ചെയ്തതെന്നുള്ളതെല്ലാം ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഈ മർക്കോസ് എന്ന യോഹന്നാൻ, മർക്കോസിന് വളരെ പ്രാധാന്യമൊന്നും കാണുന്നില്ല അവിടെ. പക്ഷേ 25-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ: ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. അപ്പോൾ അവരുടെ കൂടെ മർക്കോസും ചേർന്നു. ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കൂടെ മർക്കോസും ദൈവവേലയ്ക്കായിട്ട് ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 13-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 13:5 കുപ്രോസ് ദ്വീപിലേക്ക് പോയി സെലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ എന്ന് പറയുന്ന മർക്കോസ് അവരുടെ കൂടെ പൗലോസിൻ്റെ ബർന്നബാസിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസും ബർന്നബാസും ചെയ്യുന്ന പോലെ ദൈവവചന ശുശ്രൂഷയൊന്നും അന്ന് മർക്കോസ് ചെയ്യില്ലായിരുന്നു. അതിനുള്ള പക്വതയും പാകതയും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അന്ന് യൗവനക്കാരനായിരുന്നു മർക്കോസ്. ദൈവവേലയിലേക്കുള്ള ആരംഭം മാത്രമായിരുന്നു. അപ്പോൾ ഇവരുടെ ഭൃത്യനായിട്ടാണ് ഇവരുടെ കൂടെ നിന്നത്. ഇവരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും എല്ലാമായിരുന്നു മർക്കോസ് ഉണ്ടായിരുന്നത്. ഇനി ആ അധ്യായത്തിൻ്റെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു:
അത് കഴിഞ്ഞിട്ട് പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അങ്ങനെ കപ്പൽ കയറി അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി. പക്ഷെ അപ്പോഴും എന്ത് പറ്റി മർക്കോസിന്? യോഹന്നാൻ എന്ന് പറഞ്ഞാൽ മർക്കോസാണ് എന്ന് നമ്മൾ ഓർക്കണം. യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ യെരുശലേമിൽ നിന്നും ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെയും കൂടെ യാത്ര തിരിച്ച ആളാണ്. ബർന്നബാസിനെയും പൗലോസിനെയും എനിക്ക് വേർതിരി. അങ്ങനെയാണ് അവർ യാത്ര തിരിച്ചത്. അതാണ് പൗലോസിൻ്റെ 1ാം മിഷണറി യാത്ര. AD 46 ഇത് സംഭവിക്കുന്നത്. അങ്ങനെ യാത്ര തിരിച്ച് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം ദൈവവേല ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യോഹന്നാൻ അവരെ വിട്ടു പിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതാണ് യോഹന്നാൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നം. അത് എന്താണെന്ന് നമ്മൾ പാഠപുസ്തകം വായിക്കുമ്പോൾ AD 40 മധ്യഭാഗത്ത് അപ്പോസ്തലപ്രവൃത്തികളുടെ 12-ാം അധ്യായത്തിലെ സംഭവങ്ങളുണ്ടായപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള എഴുത്തുകാരൻ ആയേക്കാവുന്ന ജോൺ മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്കോസ് എന്ന യോഹന്നാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ജോൺ മാർക്ക് ശൗലുമായും ബർന്നബാസുമായും ചേർക്കപ്പെട്ടത് എങ്ങനെയാണെന്നും അനന്തരഫലം എന്തായിരുന്നു ചേർക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അവരുടെ സുവിശേഷ വേലയിൽ ഈ മാർക്ക് അവരെ ശുശ്രൂഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഭൃത്യനായിട്ടാണ് അവരുടെ കൂടെ ചേർന്നത്. അത് അപ്പോസ്തലപ്രവൃത്തിയിൽ 12-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലുണ്ട്. പിന്നെ 13-ാം അധ്യായം 13-ാം വാക്യം വരെ കൂടുതലൊന്നും മർക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 13-ാം വാക്യത്തിലാണ് പറയുന്നത് അവൻ അവരെ വിട്ടിട്ട് മടങ്ങി വീണ്ടും യെരുശലേമിലേക്ക് തിരിച്ചു പോയി എന്ന്. ഇതിൻ്റെ ഒരു കാരണം ഈ ബൈബിളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. മിസ്സസ് വൈറ്റ് ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. LNG വൈറ്റിൻ്റെ ആക്ട്സ് ഓഫ് അപ്പോസിൽസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ 169-ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോട് തന്നെ കൊടുക്കണമെന്ന അവൻ്റെ ഉദ്ദേശത്തിൽ മർക്കോസ് അല്പസമയത്തേക്ക് ഭയത്തിലും നിരാശയിലും അമർന്നു പോവുകയും പതറിപ്പോവുകയും ചെയ്തു എന്ന് എലൻ വൈറ്റ് സൂചിപ്പിക്കുന്നു. കഷ്ടപ്പാടുകളിൽ പരിചയമില്ലാതെ വഴിയിലുള്ള ആപത്തുകളും പട്ടിണികളും കാരണം താൻ ഉത്സാഹം മന്ദീഭവിച്ചവനായി തീർന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഗതികൾ അവന് വളരെ കഠിനമായി തീരുകയും അതുകൊണ്ട് അവൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവവേലയ്ക്ക് നമ്മൾ വേറൊരു വാക്യം യേശുക്രിസ്തു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് അർഹനല്ല. ഇവിടെ അങ്ങനെ മർക്കോസ് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ദൈവവേലയ്ക്കായിട്ട് പോകണം, നല്ല സുവിശേഷകരുടെ കൂടെ ഒരു സഹായിയായി നിന്ന് ദൈവവേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വന്ന മർക്കോസാണ്. പക്ഷേ അതിൻ്റെ ആ കാഠിന്യം, ദൈവവേലയുടെ പ്രയാസങ്ങൾ അറിഞ്ഞ മർക്കോസ് അതെല്ലാം വിട്ടിട്ട് തിരിച്ചു പോയതായിട്ട് കാണും. അപ്പോൾ ഒരു പരാജിതനായ ഒരു സുവിശേഷ ഘോഷകനെയാണ് നമ്മളിവിടെ കാണുന്നത്. സുവിശേഷകനെ പരാജിതനായ, താൻ സ്റ്റാർട്ട് ചെയ്തതെല്ലാം വീണ്ടും തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരാളായിട്ടാണ് മർക്കോസിനെ കാണുന്നത്. ഇതുപോലെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു തുടക്കമുണ്ടാകും. പക്ഷേ വീണ്ടും നമ്മൾ പരാജയപ്പെട്ടു പോവുകയും പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അത് ഒരിക്കലും, ഈ പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സദൃശ്യവാക്യങ്ങൾ 24:16 ഇങ്ങനെ വായിക്കും: നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. അപ്പോൾ നീതിമാന്മാരുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാകും. പക്ഷെ അതോടുകൂടി തീർന്ന് ഇനി എനിക്ക് ഒരിക്കലും ഒരു വിജയിയാകാൻ പറ്റത്തില്ല എന്നല്ല ചിന്തിക്കുന്നത്. അവർ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും നമ്മൾ വീണു പോകരുത്. വീണ്ടും ആ പരാജയത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരാജയം ഒരു അവസാന കാര്യമല്ല. രണ്ടാമത് നമ്മളിതിൽ നിന്ന് പഠിക്കാനുള്ളത്, പരാജയം ശരിക്കും നമ്മൾ ആരാണെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല. പരാജയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊന്നും അതിൽ കാണുന്നില്ല. പരാജയത്തിൽ
പരാജയം ഒരിക്കലും നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ വെളിവാക്കി കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിൽ നിന്നും മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പാഠത്തിൽ എങ്ങനെയാണ് വീണ്ടും ഈ മർക്കോസ് ഒരു നല്ല സുവിശേഷകനായി മാറിയതെന്ന് നമ്മൾ പഠിക്കാൻ പോകും. അപ്പോൾ പരാജയത്തിൽ നിന്നും കരകയറുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാം ആരാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. മൂന്നാമത് നമ്മൾ ഈ പരാജയത്തിൽ നിന്ന് പഠിക്കുന്നത്, പരാജയം എന്ന് പറഞ്ഞാൽ ഒരു വാതിലാണ്, എന്താ വിജയത്തിലേക്കുള്ള വാതിൽ. അപ്പോൾ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ ലുക്ക് ഇൻസൈഡ്, നമ്മളെ തന്നെ ഒന്ന് നോക്കാം, എന്തായിരിക്കും എനിക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് എനിക്ക് പരാജയം ഉണ്ടായതെന്നെല്ലാം നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തുക. നമ്മളെ തന്നെ ആന്തരികമായിട്ടുള്ള ഒരു ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. അപ്പോഴും മനസ്സിലാവും എവിടെയായിരുന്നു എനിക്ക് പിഴച്ചത്, എവിടെയായിരുന്നു ഞാൻ തോറ്റുപോയത് എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴേക്കാണ് നമുക്ക് അല്ല ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, മറ്റു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇത് വിജയമാകുമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പരാജയം ഒരു വാതിലാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പരാജയം നമ്മളെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പരാജയത്തെയും വിജയമാക്കുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ സാരാംശം. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഒരു രണ്ടാം അവസരം, അതാണ് തിങ്കളാഴ്ച പാഠത്തിൻ്റെ പേര്. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം 36 തുടങ്ങി 39 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ 2 ചോദ്യമുണ്ട് കേട്ടോ. ആ 2 ചോദ്യം വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. എന്താണത്? പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? അതൊരു ചോദ്യം. പിന്നെ രണ്ടാമതൊരവസരം ബർണബാസ് കൊടുത്തത് എന്തുകൊണ്ടാണ് രണ്ടാമതൊരവസരം ബർണബാസ് കൊടുത്തത്, പക്ഷെ പൗലോസ് അത് കൊടുത്തില്ല. ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 15-ാം അധ്യായം 36 തുടങ്ങി 39 വരെയുള്ള വാക്യം വായിക്കാം. മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ, കിലിക്യ ദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. 2 പേരും തമ്മിൽ ഭയങ്കര നമ്മളറിയാം, അവർ ഒന്നാം മിഷണറി യാത്ര തുടങ്ങുന്ന പൗലോസും ബർണബാസും കൂടെയാണ് തുടങ്ങിയത്. അവരുടെ ഭൃത്യനായിട്ട്, അവരുടെ സേവകനായിട്ട് യോഹന്നാൻ എന്ന മർക്കോസ് ഉണ്ടായിരുന്നു. പക്ഷെ പാതി വഴിയിൽ വെച്ച് മർക്കോസ് തിരിഞ്ഞ് പൊക്കളഞ്ഞു. അത് കഴിഞ്ഞ് 15-ാം അധ്യായത്തിൽ അവർ വീണ്ടും യാത്ര തിരിക്കാൻ പോവാണ് വേറെ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ബർണബാസ് പൗലോസിനോട് പറയുകയാണ്, നമുക്ക് എന്തുകൊണ്ട് അവർ യെരുശലേമിൽ വന്ന കാര്യമാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്. മറ്റ് അപ്പോസ്തലന്മാരുടെ അടുത്ത് ചില പ്രശ്നങ്ങൾ, സഭകളിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർ ഒരു കമ്മിറ്റി കൂടി അല്ലെങ്കിൽ കൗൺസിൽ കൂടുകയും അതിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞ് അവർ വീണ്ടും യാത്രയ്ക്ക് പുറപ്പെടാൻ നേരത്താണ് പൗലോസ് ആരെ കൊണ്ടുവരണം, നമുക്ക് യോഹന്നാനെ കൂടെ അല്ലെങ്കിൽ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാനെയും കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് അത് സമ്മതിച്ചില്ല. നമ്മുടെ വേലയിൽ നിന്നും പകുതി വേലയായപ്പോഴേക്കും വിട്ടുപോയവനെ നമുക്ക് കൂട്ടുന്നത് നല്ല. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. 2 പേരും കൂടി ഭയങ്കരമായിട്ട് തർക്കിച്ചു. അങ്ങനെ 2 പേരും വേർപിരിഞ്ഞ് 2 സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ കൂടുതൽ സ്ഥലത്തേക്ക് മിഷനറി വേല, ദൈവവേല എത്താനുള്ള ഒരു മാർഗമായിരുന്നായിരിക്കാം. 2 പേരും ഒരുമിച്ച് പോകുന്നതിനേക്കാളും നല്ലത് 2 പേര് 2 സ്ഥലങ്ങളിലേക്ക് പോയാൽ അത്രയും കൂടുതൽ വേല നടക്കുമല്ലോ. ഏതായാലും പൗലോസ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നു, പൗലോസിൻ്റെ ആ മനോഭാവം നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം അത്രമാത്രം കഠിനമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇന്നത്തെ മിഷണറീസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ടാണ് അവരുടെ യാത്രകൾ, സുഖമാണ്, ആഹാരത്തിന് കുറവില്ല, എവിടെ ചെന്നാലും നമുക്ക് ആഹാരത്തിനുള്ള സാധ്യതകളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, യാത്രയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും നമ്മളുടെ വേലയെല്ലാം എപ്പോഴും പുറയിലേക്ക് പോകുന്നു.
പക്ഷെ അന്ന് ഇവർ സഹിച്ച കഷ്ടതകൾ ഭയങ്കരമായിരുന്നു. ഇവർ സഹിച്ച കഷ്ടതകൾ, ആ കഷ്ടതകളിൽ കൂടെയാണ് പൗലോസ് ദൈവവേല ചെയ്തത്. പൗലോസിൻ്റെ മനോഭാവം മൂർച്ചയേറിയതായത് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രമാത്രം പ്രയാസങ്ങളിലൂടെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പൗലോസ് അങ്ങനെയുള്ള വെല്ലുവിളിയുടെ വേലയിലും അവസ്ഥകളിലും ഭാരം വഹിക്കുവാൻ സഹായിക്കുന്നതിന് പൗലോസ് സഹ മിഷനറിമാരിൽ ആശ്രയിച്ചിരുന്നു. അപ്പോൾ പൗലോസിൻ്റെ യാത്രയിലുണ്ടായ കഷ്ടതകൾ നമുക്ക് 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കും. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഏതെങ്കിലും മിഷനറിമാരുടെ ലൈഫിൽ ഇതൊന്നും നടക്കുന്നില്ലത്. പക്ഷെ അന്നത്തെ അവസ്ഥ ഭയങ്കരമായിരുന്നു അവരുടെ. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവർക്കെതിരായിട്ട് നിന്ന ഒരു സമയമാണ് ആ സമയം, ആദ്യ നൂറ്റാണ്ടെന്ന് പറയുന്നത്. യഹൂദന്മാരിൽ നിന്നുള്ള വെല്ലുവിളികളും ഉപദ്രവങ്ങളും മറ്റ് റോമൻ ചക്രവർത്തിമാരിൽ നിന്നുള്ള വെല്ലുവിളികളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇത്രയും വേല ചെയ്തത്. അപ്പോൾ പൗലോസിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ അവസ്ഥയിലൊക്കെ പൗലോസ് സഹ മിഷനറിമാരെ ആശ്രയിച്ച് അവരിൽ നിന്നുള്ളൊരു ആശ്വാസം ലഭിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇവൻ പൊക്കളഞ്ഞതിൽ പൗലോസിന് ഭയങ്കര നിരാശയും വിഷമം ഉണ്ടായത്. ആ മർക്കോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സഹായമാകുമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടിട്ട് മർക്കോസ് പോയതിൽ പൗലോസിന് ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് ഉപേക്ഷിച്ച ഒരുവൻ തൻ്റെ വീക്ഷണത്തിൽ തിന്മയുടെ ശത്രുക്കൾക്കെതിരെ അടുത്തുനിന്ന് പോരാടുന്ന ഒരു മിഷണറി സംഘത്തിൽ ഒരു സ്ഥാനം അർഹിച്ചില്ല. എല്ലാ തിന്മകൾക്കെതിരെ പോരാടുന്നവരായിരിക്കണം മിഷണറിമാർ. ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നവർ അതിന് അർഹനല്ലെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ ബർന്നബാസ് അതിനോട് യോജിച്ചില്ല. മർക്കോസിൽ അടങ്ങിയിരുന്ന കഴിവുകൾ താൻ കാണുകയും ഈ യുവാവിനെ പിന്നിൽ തള്ളുവാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തു. പൗലോസും ബർന്നബാസും തമ്മിൽ വേർപിരിഞ്ഞു പോകത്തക്ക അളവിൽ ഒരു വലിയ കലശൽ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പിരിഞ്ഞു. പൗലോസിനോടൊപ്പം ശീലാസും ബർന്നബാസിനോടൊപ്പം മർക്കോസും പോയി. ബർന്നബാസ് മാർക്കിനെ തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ചില വാക്യങ്ങളിൽ അതിൻ്റെ ഒരു ക്ലൂ ഒക്കെ നമുക്ക് കിട്ടും. വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ ഈ 2 പേരും പ്രത്യക്ഷപ്പെടുന്ന അവസാന ഭാഗം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഈ 2 പേരെയും ഒരുമിച്ച് നമ്മൾ കാണുന്ന ഈ ഭാഗത്താണ്. പക്ഷേ 15-ാം അധ്യായം 36 തുടങ്ങിയുള്ള വാക്യങ്ങൾ. പക്ഷെ പിന്നീട് പല സ്ഥലത്തും മർക്കോസിനെ പേര് മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇത് അവസാന സ്ഥലമല്ല. കൊലോസിയർ പിന്നെയുള്ള എങ്ങനെയാണ് പൗലോസിനുള്ള മാറ്റം ഉണ്ടായി എന്നുള്ള സൂചന തരുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിൽ പിന്തിരിഞ്ഞു പോയെങ്കിലും പൗലോസിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഈ താഴെ പറയുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊലോസിയർ 4:10 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മാർക്കോസ്. മച്ചുനൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കസിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബർന്നബാസിൻ്റെ കസിനായിരുന്നു മാർക്കോസ്. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും ബർന്നബാസ് വിചാരിച്ചത് അവനെ അങ്ങനെ തള്ളിക്കളയരുത്, നമുക്ക് വീണ്ടും അവനൊരു ചാൻസ് കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹം ബർന്നബാസിൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന ഉണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ മർക്കോസ് വന്നാൽ നമ്മൾ അവനെ കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാറ്റം മർക്കോസിൽ വന്നിട്ടുണ്ടെന്ന് പൗലോസ് ആ വാക്യത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ 2 തിമോത്തി 4:11 ഇങ്ങനെ വായിക്കുന്നു: ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിമത്തിയോട് പൗലോസ് പറയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ അവൻ ദൈവവേലയ്ക്ക് കൊള്ളത്തില്ലെന്ന് പൗലോസ് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ. പക്ഷെ ആ പൗലോസ് തന്നെ തിമത്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്:
എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാണ് മർക്കോസ്, അവനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുന്നു. ഫിലമോൻ 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ കൂട്ടുവേലക്കാരനെ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുവേലക്കാരനായിട്ടാണ് ഇപ്പോൾ മർക്കോസിനെ പൗലോസ് കാണുന്നത്. അന്ന് വേണ്ടെന്ന് പറഞ്ഞവൻ, അവനെ ഇനി വിളിക്കണ്ട, അവനൊരു അവസരം നമ്മൾ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ പൗലോസ് ഇപ്പോൾ അവൻ്റെ അവൻ്റെ ആ മാനസാന്തരത്തിൽ പൗലോസിന് ഉറപ്പായി ഇവൻ ദൈവവേലയ്ക്ക് കൊള്ളാവുന്നവനാണെന്ന്. അതുകൊണ്ട് എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്ത വാക്യം പത്രോസ് 5:13 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മാർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. പത്രോസിന് അത്ര അധികം ബന്ധമായിരുന്നു മാർക്കോസുമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് മകനായ മർക്കോസ് എന്നാണ് മർക്കോസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ, ആരെയും നമ്മൾ തള്ളിക്കളയരുത്. അവർ വേലയിൽ പരാജയപ്പെട്ടു എന്നോ ഏത് കാര്യത്തിലെങ്കിലും അവർക്ക് പരാജയം സംഭവിച്ചു, അവർ വീണുപോയവരാണ്, ഇനി അവർ കൊള്ളത്തില്ല എന്ന് നമ്മൾ കണക്കാക്കരുത്. ദൈവത്തിന് ഒരാളെ മാറ്റുന്നത് പ്രയാസമുള്ള കാര്യമല്ല. ദൈവത്താൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാം തോൽവികളെയും പരാജയങ്ങളെയും വിജയകരമാക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പോൾ അതേ ഒരു പ്രവർത്തനമാണ് ഇവിടെ മാർക്കോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു 2ാം അവസരം ആര് കൊടുത്തു? ബർണബാസ് മാർക്കോസിന് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു സുവിശേഷ എഴുത്തുകാരനെയും നമുക്ക് കിട്ടിയത്. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ദൂതുവാഹകൻ എന്നാണ്. ഇതിൽ ഈ പാഠത്തിന് നമ്മൾ പഠിക്കേണ്ട വാക്യങ്ങൾ മർക്കോസ് 1-ാം അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളാണ്. ഓക്കെ, ഈ വാക്യങ്ങളിൽ കാണപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അവർ പറയുന്നതും ചെയ്യുന്നതും എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, അപ്പോഴും മനസ്സിലായി വാക്യത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ. അത് ഇങ്ങനെ വായിക്കുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ യഹൂദ്യ ദേശമൊക്കെയും യെരുശലേമ്യരെല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ഇതാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ കാണുന്ന 4 വ്യക്തികൾ, 3 പ്രധാന വ്യക്തികളാരെന്ന് വെച്ചാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ 2 പേരെ നമുക്ക് കാണാം. ആരെയാണ്? ദൈവത്തെയും കാണാം, ദൈവപുത്രനായ യേശുക്രിസ്തു. അപ്പോൾ അതിലെ ദൈവം കൂടെ അടങ്ങിയിരിക്കുന്നു. പിന്നെ കാണുന്നത് യോഹന്നാൻ സ്നാപകനെയാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ സ്നാപകൻ ഈ പഴയ നിയമത്തിൽ പറഞ്ഞ ഈ വാക്യം പോലെ, അതാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ ഉദ്ധരണിയിൽ അതിനോട് ചേരുന്ന 3 വാക്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ, ഒന്ന് പുറപ്പാട് 23:3. പുറപ്പാട് 23:3 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിൻ്റെ മുൻപിൽ അയക്കുന്നു. യെശയ്യാവ് 40:3 ഇങ്ങനെ വായിക്കുന്നു, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. മലാഖി 3:1 ഇങ്ങനെ പറയുന്നു, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു
ദൈവം ഒരു വഴി പോകുന്ന കാര്യവും പറയുന്നുണ്ട്. പിന്നെ അതിന് ആ വഴി ഒരുക്കുവാനായിട്ട് ദൂതന്മാരെ അയക്കുന്ന കാര്യവും പറയുന്നുണ്ട്. പുറപ്പാട് 23:20 പറയുന്നത് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർക്ക് വഴിയിൽ അവരെ കാക്കേണ്ടതിനായിട്ടാണ്. അവരെ കാക്കേണ്ടതിന് അവരെ എങ്ങോട്ടാണോ ദൈവം കൊണ്ടുവന്ന് അവിടെ എത്തിച്ചേർക്കുന്നതിനുമായിട്ടാണ് ഒരു ദൂതനെ അയക്കുന്നത്. അപ്പോൾ ഇവിടെ ദൂതൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇത് ഏഞ്ചലാണെന്ന് കരുതരുത്. ഏഞ്ചൽസ് നമുക്കറിയാം, സ്വർഗത്തിലുള്ള ദൂതന്മാരെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തു ആണ് പഴയ നിയമത്തിൽ യഹോവയായിട്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആ യഹോവ തന്നെയാണ് അവർക്ക് അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായിട്ട് അവരുടെ മുൻപിൽ നടന്നുകൊണ്ടിരുന്നത്. അതേപോലെ യെശയ്യാവ് 40:3 നിർജ്ജന പ്രദേശത്ത് യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. അപ്പോൾ ഇവിടെ യഹോവയുടെ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാടിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ യഹോവ തന്നെ അവരെ നയിച്ചു. പിന്നീട് യഹോവയ്ക്കൊരു യാത്ര പുറപ്പെടും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ ദൈവപുത്രൻ്റെ ഒരു യാത്രയുണ്ട്. അതാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു ആരാണെന്നും എങ്ങോട്ടാണ് പോകുന്നത്, കാൽവരിയിലേക്കുള്ള യാത്രയാണ്. ജീവിതത്തിലുടനീളം ആ യാത്രയായിരുന്നു യേശുവിന്. അപ്പോൾ ആ യാത്രയാണ് യേശുവിൻ്റെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യം അതാണ്. ആ യാത്രയിൽ കാണുന്ന എല്ലാവരെയും സൗഖ്യമാക്കുകയും ലോകത്തിന് വെളിച്ചം പകരുന്ന രീതിയിലുള്ള സത്യങ്ങൾ അവരോട് ഉപദേശരൂപേണ അരുളി ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആ യാത്ര തുടർന്നുകൊണ്ട് പോയിരുന്നത്. ഇനി മലാക്കി 3 പറയുന്നത്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ട ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായി പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇവിടെ ആ മലാക്കി 3:1 ഇങ്ങനെ 3:1 നമ്മളിപ്പോൾ വായിച്ചത്. അതിൽ തന്നെ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഏലിയ പ്രവാചകൻ്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ യോഹന്നാൻ്റെ ശുശ്രൂഷയ്ക്ക്. അതിൽ ഒരു സാമ്യം ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വായിച്ച വേദഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 1 തുടങ്ങി 8 വരെ വായിച്ചാൽ 7-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചു വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. അതാണ് യോഹന്നാൻ്റെ വസ്ത്രം അതായിരുന്നു. നമുക്ക് 2 രാജാക്കന്മാർ 1:8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വേറൊരാൾ ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 1:8 വായിക്കുന്നത്. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബനായ ഏലിയാവ് തന്നെ എന്ന് അഹസ്യ രാജാവ് പറയുന്നതാണ്. അപ്പോൾ 2 പേരുടെയും വസ്ത്ര രീതികൾ എല്ലാം ഒന്ന് ലളിത ജീവിതം നയിക്കുന്നവരായിരുന്നു 2 പേരും. അവർക്ക് ലോകത്തിൻ്റേതായുള്ള ഒരു ആഡംബരവും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ഒക്കെ കെട്ടിയായിരുന്നു അവർ 2 പേരും ജീവിച്ചിരുന്നത്. അവരുടെ ആഹാര രീതികളും അങ്ങനെ തന്നെയായിരുന്നു. ആ ആത്മാവിലാണ് നമുക്ക് മലാക്കി പ്രവചനം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ. മലാക്കി പ്രവചനത്തിൻ്റെ അവസാന ഭാഗം, ഏറ്റവും അവസാനത്തെ വാക്യം എന്താ പറയുന്നത്? യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പോൾ ഏലിയാവിൻ്റെ ശുശ്രൂഷ ഇതായിരുന്നു, ഒരു നിരപ്പീരിൻ്റെ അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ, പിണങ്ങിയിരിക്കുന്ന മനസ്സുകളെയൊക്കെ അടുപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. അതുപോലെ ദൈവത്തിൽ നിന്നും പിണങ്ങി അകന്നിരിക്കുന്ന മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതൊക്കെ ആയിരുന്നു ദൂത് ഏലിയാവിൻ്റെ ദൗത്യം. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നു വരുക. അപ്പോൾ മലാഖിയുടെ പ്രവചനം കഴിഞ്ഞ് ഏകദേശം 400 വർഷം നിശബ്ദതയായിരുന്നു. ഒരു പ്രവാചകന്മാരും ഇല്ലായിരുന്നു ഇസ്രായേലിൽ.
ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അവസാനത്തെ പ്രവാചകൻ പറഞ്ഞത് കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകനെ അയക്കും എന്നാണ് പറഞ്ഞത്. ശരിക്കും മരിച്ചുപോയ ഏലിയ പ്രവാചകനെ അങ്ങനെ അയക്കാൻ പറ്റത്തില്ലല്ലോ. മരിച്ചുപോയില്ല, ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തതാണ് നമുക്കറിയാം. പക്ഷേ ഏലിയാവിൻ്റെ ആത്മാവോട് കൂടിയാണ്, അതേ സ്പിരിറ്റിൽ വന്ന ആളാണ് യോഹന്നാൻ എന്നിവിടെ സാക്ഷ്യം പറയുന്നു. ആര്? യേശു ക്രിസ്തു സാക്ഷ്യം പറയുന്നത്. അപ്പം നമുക്ക് അത് വിശ്വസിക്കാം, അത് ഒരിക്കലും കള്ളമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് യേശു പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. പക്ഷെ ആ യോഹന്നാൻ പറയുന്നത് ഞാൻ കുറയണം, എൻ്റെ യേശു വളരണം എന്നാണ് പറയുന്നത്. അതുപോലെ അവൻ കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ ദൂതുവാഹകൻ്റെ വിനയവും താഴ്മയുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതാണ് ദൈവം നമ്മളെല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. യേശുവിൻ്റെ സ്നാനം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 9 തുടങ്ങി 13 വരെ. നമുക്കറിയാം സ്നാനത്തെക്കുറിച്ച് നമ്മൾ പല മറ്റ് സുവിശേഷങ്ങളിലും വായിച്ചിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 1-ാം അധ്യായം 9 തുടങ്ങി 13 വരെ. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നത്, ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ ഇതാണ് അനന്തരം ആത്മാവിന് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. മർക്കോസിൻ്റെ സുവിശേഷം എല്ലാം ചെറിയ ചെറിയ വാക്യങ്ങളാണ്, കൺസൈസ്ഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിച്ചാൽ കുറേ എങ്ങനെയാണ് പിശാച് യേശുവിനെ പരീക്ഷിച്ചതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. പക്ഷേ ഇത് ഒറ്റ വാക്യത്തിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു, അത്രമാത്രമേ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. എല്ലാം ചെറിയ ഉത്തരങ്ങളാണ്, ചെറിയ രീതിയിലാണ്, അധികം വിവരണം കൊടുക്കാതെയാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ അപ്പോൾ സ്നാന സമയത്ത് എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരികയും യേശുവിൻ്റെ മേൽ വരുന്നത് കണ്ടു. പിന്നെ പിതാവിൻ്റെ ശബ്ദവും കേട്ടു. ഇവിടെ പിതാവിൻ്റെ ശബ്ദമൊന്നും എഴുതിയിട്ടില്ല, എന്നാലും നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് പിതാവല്ലാതെ വേറെ ആരും പറയത്തില്ല. യേശുവിനെ പിതാവിൻ്റെ പ്രിയപുത്രനായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്നാനം കഴിഞ്ഞ ഉടനെ നമ്മളറിയാം അനന്തര ആത്മാവിനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഇവിടെ നിർബന്ധിച്ചു, ഡ്രോവ് ചെയ്തു. ഡ്രോവ് എന്ന് പറഞ്ഞാൽ യക്ബല്ലോ എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നുള്ളതാണ്. അത് നമ്മൾക്കറിയാം ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. പോയി അല്ലെങ്കിൽ പോകുവാൻ നിർബന്ധിച്ചു, കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ പദമാണ് എക്ബല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ യേശുവിനെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഭൂതങ്ങളെ യേശുക്രിസ്തു പുറത്താക്കുന്നത് പോലെ യേശുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ഇവിടെ ചിത്രീകരിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാണിക്കുന്നു. കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ യാത്ര ആരംഭിച്ചു. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 ഇങ്ങനെ പറയുന്നുണ്ട്, ആ ദൈവാലയത്തിൽ ചെന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും എല്ലാം നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവിലെ പിതാവ് തന്നെ, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഫുൾ ടൈം പിതാവിനോടായിട്ടുള്ള ബന്ധത്തിലായിരുന്നു യേശുക്രിസ്തു കഴിഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പോൾ ദിവ്യത്വവും മനുഷ്യത്വവും നിറഞ്ഞൊരു സവിശേഷതയോടുകൂടി യേശുവിനെ പ്രദാനം ചെയ്തിരിക്കുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം കാണിക്കുന്നത്.
ഓക്കെ, നമുക്ക് രണ്ടും കാണാം. യേശുവിൻ്റെ ദിവ്യത്വവും കാണാം ഈ ഒരു അധ്യായത്തിൽ, അതുപോലെ മനുഷ്യത്വവും. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അപ്പോൾ യേശുവായിട്ട് വന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. പിന്നെ ഒരു ദൂതൻ അറിയിച്ച കർത്താവാണ്. മർക്കോസ് 2:3 പറയുന്നത്. ദൂതൻ പറയുന്നു, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവിൻ. അപ്പോൾ ആ കർത്താവാണ് യേശു ക്രിസ്തു. പിന്നെ അവൻ യോഹന്നാനേക്കാളും ബലമേറിയവൻ. അതാണ് യോഹന്നാൻ പറയുന്നത്, അവൻ എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പോൾ യോഹന്നാനേക്കാളും ബലമേറിയവനാണ്. പിന്നെ ആത്മാവ് ഇറങ്ങി വന്ന പ്രിയപുത്രൻ, പിതാവ് അരുളി ചെയ്തവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇതെല്ലാം കാണിക്കുന്ന യേശുവിൻ്റെ ദൈവീകത്വത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും അവിടെ കാണിക്കുകയാണ്. എന്താണ്? അവൻ യോഹന്നാനാൽ സ്നാനമേറ്റവനാണ്. അത് മനുഷ്യർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നാനപ്പെടുക എന്നുള്ളത്. അത് ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യോഹന്നാനാൽ സ്നാനമേറ്റവനാണ്, ആത്മാവിനാൽ നിർബന്ധിക്കപ്പെട്ടവൻ. ആത്മാവാണ് നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടവൻ, വന്യമൃഗങ്ങളോടൊപ്പം കഴിഞ്ഞു, ദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെട്ടു. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ? നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവവും എന്നിട്ടൊരു മനുഷ്യനായവനും നമ്മുടെ സഹോദരനും മാതൃകയായവൻ്റെ വിസ്മയകരമായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ ഉള്ളതാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ. യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് മർക്കോസ് 1:14-15 വായിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. ഇതാണ് യേശുക്രിസ്തു, ഒറ്റ വാക്യമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്? കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്താണ് ഈ കാലം തികഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം? എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ് ഇതില്ലേ, കാലം തികഞ്ഞു എന്ന്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ദൈവം ഒരു കാലം പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു സമയപ്രവചനം ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമായൊരു വാക്യമാണ് ദാനിയേൽ 8:14. 2300 സന്ധ്യയും ഉഷസ്സും തികവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ദ സെഞ്ച്വറി ഷാൽ ബി ക്ലെൻസ്ഡ് എന്ന് ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് ശരിക്കുള്ള സമയപ്രവചനം. പക്ഷെ അത് കേട്ട ദാനിയേൽ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. കാരണം ദാനിയേൽ വിചാരിച്ചിരുന്ന 70-ാം ആണ്ട് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ദൈവത്തിൻ്റെ നഗരത്തിലേക്ക് പോകാം, ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന പട്ടണത്തിലേക്ക് പോകാം, യെരുശലേമിലേക്ക് തിരിച്ചു പോകാം എന്നാണ് ദാനിയേൽ വിചാരിച്ചിരുന്നത്. ആ 70-ാം ആണ്ട് അടുക്കാറായപ്പോഴേക്കാണ് വേറെ ഒരു ദർശനം ദാനിയേലിന് കിട്ടുന്നത്. 2300 സന്ധ്യയുഷസ്സും. അത് കഴിഞ്ഞ് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ദാനിയേൽ വിളിച്ച് വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയം എന്നാണ് ദാനിയേൽ വിചാരിച്ചിരിക്കുക. അപ്പോൾ അതിനെ ഇനി യഥാസ്ഥാനത്താക്കണമെങ്കിൽ ഇനിയും 2300 സന്ധ്യയുഷസ്സും കഴിയണമോ എന്ന് വിചാരിച്ച് ദാനിയേൽ വളരെയധികം വിഷമിച്ചു എന്നാണ് ദാനിയേൽ 8-ാം അധ്യായം 9-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ രോഗബാധിതനായിട്ട് പോലും കിടന്നു ദാനിയേൽ. അവസാനം ദൈവം ഗബ്രിയേൽ ദൂതനെ അയക്കുകയാണ്. നീ ചെന്ന് എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലാണ്, അവനിതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കണം. എന്താണ് ആ സമയപ്രവചനം? അങ്ങനെ ദാനിയേൽ 9:24 തുടങ്ങിയുള്ള വാക്യത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും. അത് 2300 സന്ധ്യയുഷസിനെ കുറിച്ച് ഫുള്ള് പറയുന്നില്ല. പക്ഷെ അത്രയും 2300-ൽ നിന്നും ഒരു 70 ആഴ്ചയുടെ കാര്യമാണ് ഈ ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ആ 70-ാമത്തെ ആഴ്ചയിൽ ആണ് ശരിക്കും യേശുക്രിസ്തു അല്ലെ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ അവതരിക്കേണ്ട സമയമാകുന്നത് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ആ ടൈം ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണിത് തുടങ്ങുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ്
നമ്മൾ ഈ ടൈം കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എസ്രായുടെ പുസ്തകവും നെഹ്മായുടെ പുസ്തകവും പഠിക്കുമ്പോൾ അതിലറിയാം പല കൽപ്പനകളും രാജാക്കന്മാർ പുറപ്പെടുവിച്ചു. മീഡോ പേർഷ്യൻ രാജാവ് കോരശാണ് ആദ്യം കൽപ്പന പുറപ്പെടുവിച്ചത്. എല്ലാ യഹൂദന്മാരും നിങ്ങളുടെ നാട്ടിൽ പോയി നിങ്ങളുടെ ദൈവാലയം പണിയണം, പുതുക്കി പണിയണമെന്ന്. ബാബിലോൺ രാജാവ് നശിപ്പിച്ച ദൈവാലയം നിങ്ങൾക്ക് പോയി പുതുക്കി പണിയാമെന്ന് കോരശ് രാജാവ് കൽപ്പന കൊടുക്കുന്നു. പക്ഷേ അതിൽ അങ്ങനെ കുറേ പേര് ഇറങ്ങി പണിയാൻ പുറപ്പെട്ട സെരുബ്ബാബേലും എസ്രാ പുരോഹിതന് എസ്രാ ശാസ്ത്രിയൊക്കെ അതിനു വേണ്ടി ഉണ്ടായിരുന്നു, വേറെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഈ സമയപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്ന ആ കൽപ്പനയല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവാലയം പുതുക്കി പണിയാൻ മാത്രമേ കോരശ് കൽപ്പന കൊടുത്തുള്ളൂ. പക്ഷേ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന കൊടുക്കുക എന്ന് വെച്ചാൽ യെരുശലേം എന്ന് പറയുന്ന നഗരം അതിൻ്റെ പണ്ടത്തെ അവസ്ഥയിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ നീതിന്യായ വ്യവസ്ഥകളും കാര്യനിർവഹണ വ്യവസ്ഥകളും എല്ലാം അതെല്ലാം നശിച്ചു പോയിരിക്കുക. ഇതിപ്പോൾ അവിടെ പാഴ് ശൂന്യമായിട്ട് കിടക്കുകയാണ് ആ സ്ഥലമൊക്കെ. അതിന് വീണ്ടും പണിയാനുള്ളത് പണിയുകയും വീണ്ടും പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ ഏൽപ്പിക്കുകയും പൗരോഹിത്യം ആരംഭിക്കുകയൊക്കെ ചെയ്യണം. അതാണ് യഥാസ്ഥാനപ്പെടുത്തണം എന്നുള്ളതിൻ്റെ അർത്ഥം. അതിനുള്ള കൽപ്പന പുറപ്പെടുന്നത് BC 457 നമുക്ക് ടൈം ലൈനിൽ കാണുന്നത് പോലെ BC 457 മുതൽ 7 ആ കൽപ്പന പുറപ്പെടുന്നത്. അപ്പോൾ അത് മുതൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 69 ആഴ്ച കൊണ്ടാണിത് പണി പൂർത്തിയാക്കേണ്ടത്. ഈ പ്രവചനം ആരംഭിച്ച് 457 യേശു അത് കഴിയുമ്പോഴാണ് അവസാനത്തെ ഒരാഴ്ചയാണ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ. ഈ ടൈം ലൈനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പഠിക്കാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. AD 27 അതിൻ്റെ തീരുന്നത്. പേപ്പൽ പവർ എൻഫോഴ്സ് AD 27 എന്താണ് സംഭവിക്കുന്നത്? AD 27 ആണ് ഇത് സ്നാനമേൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ്. ആ സമയത്ത് അഭിഷേകം ചെയ്യപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഭിഷേകം പ്രാപിക്കും എന്ന് ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ്. അത് നമ്മൾ കണക്കാക്കുമ്പോൾ AD 27 അത് സംഭവിക്കുന്നു. പിന്നെ ഉള്ള ഒരാഴ്ച 7 വർഷം കൂടി യഹൂദ ജനത്തിന് ഈ 457 തുടങ്ങി നീ കണക്കാക്കേണ്ടത് നിൻ്റെ ജനത്തിനെ. കാരണം ദാനിയേൽ തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച് ഓർത്ത് കരയായിരുന്നു, അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തു ദാനിയേൽ 9-ാം അധ്യായത്തിൽ. അപ്പോഴാണ് ഈ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നത്, നീ വിഷമിക്കേണ്ട, നിൻ്റെ ജനത്തിന് കുറച്ച് സമയവും കൂടെ ദൈവം തന്നിരിക്കുകയാണ്. അവർക്ക് വീണ്ടും ദൈവത്തോട് മത്സരിക്കാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഒരു സമയം കൂടെ ദൈവം തന്നിരിക്കുകയാണ് എന്ന് പറയണം. അങ്ങനെയാണ് 70 ആഴ്ചവട്ടം എന്ന് വെച്ചാൽ 490 വർഷം അവർക്ക് ഉണ്ട്. അത് തുടങ്ങുന്നതാണ് 457 BC. എന്നിട്ട് അതിൻ്റെ 490 വർഷം ആകുമ്പോഴേക്കും യഥാസ്ഥാനത്തിൽപ്പെടി കൽപ്പന പുറപ്പെടുന്ന അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങും. ഓക്കെ, അപ്പോൾ യെരുശലേം പണിയുകയും യേശുക്രിസ്തുവിൻ്റെ സ്നാനം വരെയുള്ള സമയമാണ് ഈ 69 ആഴ്ചവട്ടം. അതിനെ നമ്മൾ 69-നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചാൽ അത്രയും വർഷം. അത് കഴിഞ്ഞ് 483 വർഷം. അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള 7 വർഷം കൂടെ അവർക്ക് യഹൂദ ഗൃഹത്തിന് അനുവദിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം AD 27 കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നത് യേശുവിൻ്റെ ജനനം 31, അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മരണം 31, 27 സ്നാനമാണ്. AD 27, AD 31 യേശുക്രിസ്തു മരിക്കുന്നു. അതാണ് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാഗവും ഭോജനയാഗവും ഒക്കെ നിർത്തലാക്കുക. എല്ലാ യാഗങ്ങളെയും നിർത്തേണ്ട മഹായാഗം ഈ അവസാനത്തെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ സ്നാനം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞിട്ട് ഇത് നടക്കും. അത് കഴിഞ്ഞ് 3.5 വർഷവും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് AD 34 തീരുന്നത്. ഈ 490 വർഷം തീരുന്ന AD 34. അതോടുകൂടി സ്തെഫാനോസിനെ കല്ലെറിയുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും അത് കഴിഞ്ഞ് പിന്നെ
ഈ സുവിശേഷം ജാതികളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന സമയപ്രവചനം, ഉടമ്പടി, വാഗ്ദത്തം, ശിഷ്യത്വത്തിലേക്കുള്ള വിളി, അതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. സമയപ്രവചനം യേശുക്രിസ്തു പറഞ്ഞ കാലം തികഞ്ഞു, കാലം നിറവേറപ്പെട്ടു, അന്ന് ദാനിയേലിനോട് പറഞ്ഞ ആ കാലം വന്നു കഴിഞ്ഞു. അതിൻ്റെ ഉടമ്പടി, ആ ഉടമ്പടിയിലുള്ള വാഗ്ദത്തം എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തു വന്നതിലൂടെ ദൈവരാജ്യമാണ് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ശിഷ്യത്വത്തിലേക്കുള്ള വിളി, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിപ്പിൻ, അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. അത് വെള്ളിയാഴ്ചത്തെ പാഠത്തിലും നമ്മൾ എലൻ ജി വൈറ്റിൻ്റെ ചില പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. യുഗങ്ങളുടെ പ്രത്യാശ, മരുഭൂമിയിലെ ശബ്ദം എന്നുള്ള പുസ്തകത്തിലും അതെല്ലാം നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. ഏത് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കണം. അതിൽ നമുക്കിപ്പോൾ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് യുഗങ്ങളുടെ പ്രത്യാശ മാത്രമാണ്, ഡിസയർ ഓഫ് ഏജസ്. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ഒക്കെ ഇപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിൻ്റെ ഈ മർക്കോസ് 1:15 ഈ ദൂത്, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്ന ആ ദൂത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 1-ാം ദൂതൻ്റെ ദൂതിനോട് സമമാണ്. ഇവിടെ കാലം നിറവേറപ്പെട്ടു എന്നും മർക്കോസ് പറയുമ്പോൾ, വെളിപ്പാടിൽ അത് പറയുന്നത് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. 2 സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ മർക്കോസ് പറയുന്നത് രാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ വെളിപ്പാട് അതിനകത്ത് എന്താ പറയുന്നത്? നിത്യസുവിശേഷം, അതാണ് ദൈവരാജ്യം വന്നു, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും നിത്യമായ സുവിശേഷം. അത് നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. മത്തായി 24:14 പറയുന്നുണ്ട്, എന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ലോകത്തെമ്പാടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനത്തേക്ക് ഉള്ള സുവിശേഷം, അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും അറിയിക്കേണ്ട ദൂതാണ് നിത്യസുവിശേഷം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക, അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. ഈ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക എന്നാണ്. വെളിപ്പാട് 14 അത് പറയുന്നത് ഭയപ്പെടുക, മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഈ 2 ദൂതിലും, 1-ാം ദൂതിൻ്റെ ദൂതും യേശുക്രിസ്തു പറഞ്ഞ ഈ ഒറ്റ വാക്യത്തിലുള്ള കാലം സമാഗതമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ദൈവരാജ്യം സമീപമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് ദാനിയേൽ വെളിപ്പാട് 14-ാം അധ്യായത്തിലെ 1-ാം ദൂതൻ്റെ ദൂതും. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും 1-ാം ദൂതൻ്റെ ക്ഷണം ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണത്. അപ്പോൾ നമ്മൾ ഈ 2 ദൂതും ഒരേ ദൂത് തന്നെയാണ്. നമ്മൾ ആ ദൂത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. നമ്മളീ പഠിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ടാകണമെങ്കിൽ, എല്ലാ ആഴ്ചയിലും നമ്മൾ വന്നിരുന്ന് പാഠം പഠിക്കുന്നു, അതിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മളിത് പ്രാവർത്തികമാക്കണം. അത് ഒരു വാക്യം എസെക്കിയേൽ 33 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എസെക്കിയേൽ 33:31. ആരൊക്കെ അത് വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ഞാനത് വായിക്കാം. എസെക്കിയേൽ 33:31. സംഘം കൂടി വരുന്നത് പോലെ അവർ നിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിൻ്റെ മുമ്പിലിരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. എസെക്കിയേൽ 33:31. എല്ലാവരും ബൈബിൾ എടുത്തത് വായിച്ചു വേണം. ഇത് നമ്മളെക്കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കും. സംഘം കൂടി വരുന്നത് പോലെ എല്ലാവരും വന്ന് എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോയിരുന്ന് സ്കൂൾ പഠിക്കുകയാണ്. നിൻ്റെ വചനം, ഇത് ഞങ്ങൾ ദൈവജനമാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണ്. പക്ഷെ എന്താ കുഴപ്പം? എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല, പഠിക്കുക മാത്രം ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് ചെയ്യുന്നില്ല. ഇവിടെ യേശുവിൻ്റെ സുവിശേഷവും 1-ാം ദൂതൻ്റേതും നിങ്ങളെ വിളിക്കുകയാണ്, മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. കാലസമയമായി എന്നും യേശുക്രിസ്തു പറയുന്നു, ആ ദൂതനും പറയുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്നതല്ലാതെ അത് ചെയ്യുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷം പഠിക്കുന്ന ഈ ക്വാർട്ടറിൽ നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ
ഓരോ ആഴ്ചയിലും നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നവരും കൂടി ആയിത്തീരുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പാഠപഠന സമയത്ത് അപ്പൻ ഞങ്ങളോട് കൂടി ഇരുന്നതിനായിട്ട് സ്തുതിക്കുന്നു. പിതാവ്, ഇതെല്ലാം ഗ്രഹിച്ചിരിക്കുന്ന ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, കേട്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. അതവർ ശരിയായി ഗ്രഹിക്കുവാനും അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും എൻ്റെ ദൈവം അവരെ സഹായിക്കണം. ഈശോപ്പിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ.